പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി വായിച്ചറിയുന്നത് അങ്ങനെ വേണ്ട. വീണ്ടും ഞാനൊരു പഴയ ജനറേഷനെ ഓർമ്മപ്പെടുത്തുന്ന പോലെയാവും. ഡിയർ ശ്രീലക്ഷ്മി. വേണ്ട, ശ്രീലക്ഷ്മി, വെറും ശ്രീലക്ഷ്മി. അത് മതി. ഈ വാക്കിൽ എല്ലാമുണ്ട്. ശ്രീലക്ഷ്മി. താനെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ ഹലോ സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തുടങ്ങിയല്ലേ? എനിക്ക് തോന്നി. എന്തു തോന്നി? എന്ത് എന്ത് നിനക്കൊരു വെടല ചിരി? അയ്യോ, സാറിന് അങ്ങനെ തോന്നിയോ? ഇനി ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഐ ആം സോറി. സോറി. ഓ ഓ ഓ ഓ ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. അതായിരിക്കും ബെറ്റർ. ഓ ആയിക്കോട്ടെ, ഞാനിനി വായിൽ സിപ്പ് ഇട്ടോളാം. അല്ല, ഇനി ഗ്രീൻ ടീ കൊണ്ടുവരാൻ പറയണോ സാർ? നോ താങ്ക്സ്. ഒന്ന് പോയി തന്ന ഉപകാരമാവുമായിരുന്നു. പോകുന്നു സാർ. എനിക്ക് ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു. ഗുഡ്. നടക്കട്ടെ നടക്കട്ടെ. ഞാനും ഒരു അത്യാവശ്യ ജോലി തരാം. ഓക്കെ സാർ, ക്യാരി ഓൺ. ഗോപി മാഡം. മാഡം, രഘുവിന്റെ തുണികളാ അലക്കാനുള്ളതാ. ഇത് ഡ്രൈ വാഷിനെ കൊടുക്കാവൂ. ശരി മാഡം. ഇതെന്താ ഇത്? ഇത് ലോക്കൽ ചോക്ലേറ്റ് ആണ് മാഡം. 2 രൂപയുള്ളൂ. പെട്ടിക്കടകളിലൊക്കെ കിട്ടും. ഇതെങ്ങനെ രഘുവിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ വന്നു? അതറിയില്ല മാഡം. ഗോപി വയ്ക്കും. രഘു, രഘു, ഇതെന്താ സാധനം? ഇത് ചോക്ലേറ്റാ. ശ്രീലക്ഷ്മി തന്നതാ. ഏത് ശ്രീലക്ഷ്മി? നമ്മുടെ ഓഫീസിലെ ശ്രീലക്ഷ്മി. അവളുടെ ഫേവറേറ്റ് ആയത്. ഞാനും 1-2 ചോദിച്ചു വാങ്ങിച്ചു. ചോദിച്ചു വാങ്ങാനോ? എന്തിന്? അത് തനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. ആക്ച്വലി ഐ ലവ് ദിസ് ചോക്ലേറ്റ് വെരി മച്ച്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് സ്ഥിരമായി കഴിക്കുമായിരുന്നു.
പിന്നീട് ഇത് കുറെ കാലം കിട്ടാതായി. ഞാൻ കരുതിയത് ഇതിപ്പോ പ്രൊഡക്ഷൻ തന്നെ നിർത്തി കാണൂന്ന. ഓ മൈ ഗോഡ്, രഘു ആർ യു ഓക്കേ? യാ, വൈ? ഇത് എന്ത് ചോക്ലേറ്റ് ആണെന്ന് വല്ല ഐഡിയ ഉണ്ടോ രഘുവിന്? ഏതോ ഡൂപ്ലി കമ്പനിയുടെ ചീപ്പ് സാധന. ദയവ് ചെയ്ത് രഘു ഇതൊന്നും കൈ കൊണ്ട് പോലും തൊടരുത്, വല്ല അസുഖവും വരും. നോ രേഖ, നോ. പണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് കഴിച്ചതിന് കൈയും കണക്കുമില്ല. ഇപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് ലേറ്റസ്റ്റ് ആണ്. കമ്പനി മാത്രമാണ് പഴയ ബ്രാൻഡ്. നോ, ഐ എം സോറി രഘു, യു ടോട്ടലി മിസ്റ്റേക്കൺ. ലിസൺ, ഈ ചോക്ലേറ്റ് കഴിച്ച രഘുവിന് ഫുഡ് പോയ്സൺ വരും എന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ നോക്ക്. രഘുവിന് വേണ്ടി ഞാനൊരു സൂപ്പർ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവരുമ്പോ ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ഓക്കെ, അതിങ്ങോട്ട് തന്നേക്ക്, ഞാനത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടേക്കാം. സോറി രേഖ, ഞാനിത് കളയില്ല. ഇതെനിക്ക് ശ്രീലക്ഷ്മി തന്നതാ. പിന്നെ അവൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാ. വേണമെങ്കിൽ താനും കഴിച്ചോ, ഒന്നും സംഭവിക്കാൻ പോലില്ല. കമോൺ, നമുക്ക് ഷെയർ ചെയ്യാം. വാ, ഇരിക്ക്. ശ്രീലക്ഷ്മി തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതിന്റെ ക്വാളിറ്റി നന്നാവണമെന്നുണ്ടോ? I trust Srilakshmi and I love this chocolate very much. That's all. എന്റെ രഘു, ശ്രീലക്ഷ്മി എത്ര നല്ലവളോ ആയിക്കോട്ടെ, പക്ഷെ അവള് പുറത്തുള്ള ആളല്ലേ, an outsider. അങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്നതിന് തന്നെ ഒരു പരിധി വേണം. നമ്മൾ ആരെയും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രം വേണം ഒരാളെ വിശ്വസിക്കാൻ. യു അണ്ടർസ്റ്റാൻഡ്? Okay, I understand. You relax, രേഖ. പക്ഷേ ഈ ചോക്ലേറ്റ് ഞാൻ കളയില്ല. ഇത് കഴിച്ചിട്ട് എത്ര വർഷമായിന്നോ? കൊതി തോന്നിട്ടാ ഞാനിത് ചോദിച്ചു വാങ്ങിയത്. ഞാനിത് കഴിക്കും. ഐ എം സോറി. ഇന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്ത് തൊലക്ക്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ അനുഭവിക്കുമ്പോഴേ പഠിക്കും. ഗെറ്റ് ലോസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. സാൻഡ്ര, താൻ ലേറ്റ് ആയോ? ഇല്ല സർ, സാർ ഇന്ന് നേരത്തെ വന്നതാ. ഓ ഐ സീ. ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ബൈ ദ വൈ, സർ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ആളിതുവരെ വന്നിട്ടില്ല അല്ലേ സർ? കറക്റ്റ്, താൻ മനസ്സിലായി കളഞ്ഞല്ലോ. ഗംഭീരം. എനിവേ, അപ്പൊ ജോലി തുടങ്ങിയല്ലേ? സ്വന്തം ടേബിൾ? യെസ് സർ. പിന്നെ സർ, ചില കോൺട്രാക്ട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. സർ ഫ്രീ ആണെങ്കിൽ ആ പേപ്പേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, എന്റെ ടേബിൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഐ എം ലീവിംഗ് നൗ. ഇത്രയും വർഷം സാറിന്റെ സമയം ഞാനാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ഫിക്സ് ചെയ്ത സമയത്തിനൊന്നും ഒരു വിലയില്ലാതായി അല്ലേ സർ? ആ സാരമില്ല, ഇതൊക്കെ കുറച്ചുനാൾ മാത്രമേ കാണൂ. പിന്നെ വീണ്ടും പഴയതുപോലെ ആവും. ആയേ പറ്റൂ. ഇത് സാൻഡ്രയുടെ പ്രഡിക്ഷനാ, തെറ്റാത്ത പ്രഡിക്ഷൻ.
ഹോസ്പിറ്റൽ ബില്ലിന്റെ പൈസ രവി സാറിന് തിരികെ കൊടുക്കണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നു. പക്ഷേ ഇക്കാര്യം രവി സാറിനോട് എങ്ങനെ പറയും ഞാൻ? 2 രൂപയിൽ തുടങ്ങിയ ബന്ധം ഒടുവിൽ പണത്തിന്റെ പേരിൽ തന്നെ വിഷമത്തിന് കാരണമായാൽ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവളിത് ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ശ്രീടച്ച, ഒന്നെങ്കിൽ വന്നേ പറയട്ടെ. എന്താടി? ഇങ്ങോട്ട് വരേ. അച്ഛൻ പറയുന്നതിൽ ഒരു ശരിയുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ രവിവർമ്മൻ സാർ ചെയ്ത ഔദാര്യമല്ല. ഓഫീസ് സ്റ്റാഫിൽ ആരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും സാർ ഇത് തന്നെയല്ലേ ചെയ്യൂ? വാ, ഒരു കാര്യം കാണിച്ചു തരാം. വാ. എന്താ കാര്യമെന്ന് പറ. വരാനിങ്ങോട്ട് വാ. ആ അച്ഛാ, അമ്മേ, ഞാൻ അപ്പുറത്തെ ദേവുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവൾക്ക് പരീക്ഷാ ഫീസ് ഓൺലൈനിൽ അടയ്ക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ശരി. നിനക്ക് എന്തിന്റെ അസുഖടി? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണ്ട. അവൾ ഇത്രയും സമയം കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ അത്. ഓ, അതിലെന്തിരിക്കുന്നു? ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഒറ്റയ്ക്ക് സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. നിന്റെ മുഖവര കേൾക്കുമ്പോഴേ അറിയാം ദേഷ്യപ്പെടാനുള്ള എന്തെങ്കിലും ആയിരിക്കുന്നു. ആ, നീ പറ, കേൾക്കട്ടെ. നമ്മുടെ മോൾക്ക് ഈയിടെയായിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവള് കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കുന്നതാണോ? അതോ നല്ല ഡ്രസ് ഇട്ട് നടക്കുന്നതും ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുന്നതുമാണോ? എടേ, ഇത് നമ്മുടെ മോള് മാത്രമല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ മിക്ക പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കടയിൽ കാണുന്നതല്ലേ ഞാൻ. എന്റെ സരോജം, ലോകം മാറിപ്പോയി. ഇനി നീയും കൂടെ ഉള്ളൂ മാറാൻ. എന്റെ ശ്രീടച്ച, അവള് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന തെറ്റല്ല, സമ്മതിച്ചു. പ്രായം അതാണ്. പക്ഷേ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന തെറ്റല്ലേ? പറഞ്ഞേ കേക്കട്ടെ. പിന്നെ ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിക്കുന്ന തെറ്റല്ല. പക്ഷേ ഫോണിൽ സംസാരിക്കുമ്പോ അച്ഛനോ അമ്മയോ അടുത്ത് ചെന്നാൽ പെട്ടെന്ന് ഫോൺ ഒളിച്ചു വെക്കുന്നത് തെറ്റാണോ ശരിയാണോ? ശ്രീടച്ചൻ തന്നെ പറ, കേക്കട്ടെ ഞാൻ. ഇനിയിപ്പൊ അതും പോയി. ഫോണിൽ ആരോടാ സംസാരിച്ചോ എന്ന് ചോദിച്ചാ വേറെ എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ട് കളിക്കുക അവള്. അതും തെറ്റ് തന്നെ. മാത്രല്ല, അവളുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ നോക്കിയാ മതി, എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിപ്പോവും നമുക്കെല്ലാം. എന്ത് മെസ്സേജ്? വീട്ടിൽ പോയോ, വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, വീട്ടിൽ സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അങ്ങ് അയച്ചോണ്ടിരിക്കുക. ഒരുമാതിരി കൊച്ചു വർത്താനം വേറെ. നീ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വെച്ച് നോക്കിയാ മോളാരെയും ഇഷ്ടപ്പെടുന്നെന്നാണോ? പ്രേമം? ആ അതെ, അത് തന്നെ. ശുദ്ധ സുന്ദരമായ പ്രേമം. ഒരു പെണ്ണിന് തൊലയാൻ അത് മതി ഈ ലോകത്ത്. ഓ എന്റെ അമ്മേ! എടി മന്ദബുദ്ധി, എടി കഴുതേ, ഇതൊക്കെയാണോ ഒരു കാമുകൻ കാമുകിക്ക് അയക്കുന്ന മെസ്സേജുകള്? വീട്ടിലെത്തിയോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവന് ഏത് കോത്താഴത്തെ കാമുകനടി ഇഡിയറ്റ്.
ഇക്കണക്കിന് പറയാൻ തുടങ്ങിയ വീട്ടിലെ ചെലന്തിയില അടിച്ചോ എന്നൊന്നും ചോദിച്ചവൻ മെസ്സേജ് അയച്ചില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ദേ ശ്രീടച്ച, ഞാൻ ചക്കെന്ന് പറയുമ്പോ നിങ്ങൾ ചുക്കെന്ന് പറഞ്ഞ് കുഴപ്പിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് എടേ, ഇത് അവളുടെ ഓഫീസിലെ കൂട്ടുകാർ വല്ലതും ആയിരിക്കും. മോള് ചിലപ്പോഴൊക്കെ ലേറ്റായി രാത്രിയിൽ ഒറ്റയ്ക്ക് വരുന്നതല്ലേ. ഫ്രണ്ട്സ് ഇതുപോലത്തെ മെസ്സേജൊക്കെ അയക്കുന്നത് സർവ്വസാധാരണ. ഹേയ്, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇനി ശ്രീടച്ചൻ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെ അവളെന്തിനാ ആ ആളിന്റെ പേരിനെ വളരെ വിചിത്രമായ രീതിയിൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടാണോ? എന്ത് സേവ് ചെയ്തിരിക്കുന്നു? അത് വിശ്വാസം എന്നാ ആ പേര്. വിശ്വാസം എന്ന് പേരോ? മോള് നിന്നോട് പറഞ്ഞോ ഒരാളുടെ പേര് വിശ്വാസം എന്നാണെന്ന്? പറഞ്ഞില്ല, ഞാൻ വായിച്ചു നോക്കി മനസ്സിലാക്കിയതാ. അത് ശരി, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നീ വായിച്ചെങ്കിലേ അത് വിശ്വാസമൊന്നും ആയിരിക്കില്ല, വേറെ വല്ല പേരും ആയിരിക്കും. വല്ല വിസ്മയെന്നോ വിശ്വാസമെന്നോ മറ്റോ. പണ്ടേ നിന്റെ പാണ്ഡിത്യം എനിക്കറിയാമല്ലോ. നീ സാധനം വാങ്ങാൻ എഴുതി തരുന്ന ലിസ്റ്റ് കണ്ടു തന്നെ ഞാൻ എത്ര പ്രാവശ്യമേ കണ്ണു തള്ളിയിട്ടുള്ളൂ. 1 കിലോ തക്കാളിക്ക് 1 കാലി താളിക്ക എന്ന് നീ എഴുതും. 1 കിലോ ഉരുളക്കിഴങ്ങിന് 1 കിലോ ഉരുളിക്കിഴിഞ്ഞ എന്ന് നീ എഴുതും. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ലിസ്റ്റ് തീരൂല. നന്നായി പ്രേമിക്കുന്നവർ തമ്മിൽ ഇതുപോലത്തെ തറ മെസ്സേജ് അയക്കോ? മാത്രമല്ല, എന്റെ മോള് ഇതുപോലത്തെ നിലവാരമില്ലാത്ത ഒരു പയ്യനെ തെരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നോക്ക് സരോജം, കാലം മാറിക്കഴിഞ്ഞു. മക്കൾ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാലമായത്. നമ്മളും അത് മനസ്സിലാക്കിയേ പറ്റൂ. ഇനിയൊരു പക്ഷേ അവളൊരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളോട് അവൾ പറയും. പക്ഷേ അത് പറയാനുള്ള സമയവും സാഹചര്യവും നമ്മളായിട്ട് വേണം നൽകാൻ. കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെ വളർത്തണമെന്നറിയോ സരോജ? സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തിയിട്ട്. തൽക്കാലം ഈ വിഷയത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അവളുടെ തീരുമാനത്തിൽ അവൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൾ തന്നെ വന്ന് നമ്മളോടത് പറയും. ഇനി അഥവാ തെറ്റാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടാൽ അവൾ തന്നെ അത് തിരുത്തിക്കൊള്ളും. അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട്. അല്ലാതെ നമ്മൾ അവളുടെ പുറകെ നടന്ന് ചോദ്യം ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഒരിക്കലും. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ആ എന്ത് വിശ്വാസം? 6 മിസ്ഡ് കോൾ ഉണ്ടല്ലോ. ശ്രീ, എന്തു പറ്റി? വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇന്നിനി ഈ തീരുമാനത്തിന്